നമുക്ക് ഇന്നത്തെ ധ്യാനം പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ശ്രോതാക്കളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അധരങ്ങളെ തുറക്കണമേ, നീ വാക്കുകളെ തരണമേ. ഞങ്ങൾ പഠിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായിട്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ചെല്ലാനും അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകാനും ഞങ്ങളുടെ ഹൃദയത്തിൽ അത് പരിയാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്ന വിത്ത് കർത്താവെ വളർന്ന് ഫലം പുറപ്പെടുവിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുമാറാകണമേ. അത് ഹൃദയങ്ങളിലേക്ക് തുളച്ച് കയറണമേ, അസ്ഥി മജ്ഞകളിലേക്ക് തുളച്ച് കയറണമേ. ഒരു മാറ്റമുണ്ടാകണമേ. കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ കർത്താവിനോടായിരിക്കാനും ഞങ്ങളൊരു വലിയ സുവിശേഷ പ്രഘോഷകരായി മാറുവാനും അടിയനെയും ശ്രോതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഫലവത്തായി തീരണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം മുതലാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. 17-ാം വാക്യം ഞാൻ വായിക്കാം. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. പൗലോസ് ഇവിടെ പറയുന്നതിൻ്റെ ചുരുക്കം, വാഗ്ദാനമെന്നുള്ളതും നിയമങ്ങൾ എന്നുള്ളതും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. വാഗ്ദാനം ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങളാണ്. അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്യുമ്പോൾ അത് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ പരിഗണിച്ച വാഗ്ദാനം ചെയ്യുന്നത്. വാഗ്ദാനങ്ങൾ വിശ്വാസത്തെ കണക്കാക്കി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ദൈവം വാഗ്ദാനം ചെയ്യുന്നതാണ്, ദൈവം പറയുന്നതാണ്. ആ വാഗ്ദാനങ്ങൾക്ക് പിന്നെ ഒരു മാറ്റമുണ്ടാകുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. അത് ദൈവം ഇങ്ങോട്ട് പറഞ്ഞ കാര്യം, വാക്കുകൾക്ക് മാറ്റമില്ല. 430 വർഷം കഴിഞ്ഞ് നിയമങ്ങൾ നൽകപ്പെട്ടു. 10 കൽപ്പന അതല്ല. അപ്പോൾ 10 കൽപ്പനകൾ നൽകപ്പെട്ടപ്പോൾ അത് അനുസരിക്കണമെന്നും അനുസരിക്കുന്നവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നും അനുസരിക്കാത്തവർക്ക് ശാപങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വാഗ്ദാനങ്ങളും നിയമങ്ങളും ഒന്നിച്ച് കണക്കാക്കരുത്. അത് രണ്ടും രണ്ടാണ്. വാഗ്ദാനങ്ങൾ ദൈവം ഇങ്ങോട്ട് പറഞ്ഞതും അത് കർത്താവ് തരാമെന്ന് പറഞ്ഞത് തരിക തന്നെ ചെയ്യും, മാറ്റമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് വിശ്വാസം വേണമെന്നേ ഉള്ളൂ. നിയമങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കുന്നവർക്ക് അനുഗ്രഹം, അനുഷ്ഠിക്കാത്തവർക്ക് അതിൻ്റെ ശാപം. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ 16-ാമത്തെ വാക്യത്തിലെ കാര്യമെന്ന് പറഞ്ഞിട്ട് അതൊന്നുകൂടെ വ്യക്തമാക്കാനാണ് പൗലോസ് വീണ്ടും പറയുന്നത്. ഇതാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, ഇതാണ് ഞാൻ പറയുന്നത്. പിന്നീടുണ്ടായ നിയമങ്ങൾക്ക്, ആദ്യത്തെ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കത്തില്ല. 430 വർഷങ്ങൾ കഴിഞ്ഞാണ് കൽപ്പനകൾ ഉണ്ടായത്. ഈ 430 വർഷം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായിട്ട്, അല്ലെങ്കിൽ ഈജിപ്തിലെ പ്രവാസ കാലഘട്ടം മൊത്തത്തിൽ ആ വർഷങ്ങളാണ് 430 വർഷം എന്ന് പറയുന്നത്. അബ്രാഹത്തിനാണല്ലോ വാഗ്ദാനം കൊടുത്തത്. പിന്നെ യാക്കോബ് ഇവിടെ വരുന്നു, ഇസ്രായേൽ ജനം അടിമകളായിത്തീരുന്നു. 430 വർഷം വരെ അവരവിടെ ഈജിപ്തിലായിരുന്നു. ഈ കാലഘട്ടത്തെ അത് പറയുന്നത്. 430 വർഷം കഴിഞ്ഞിട്ടാണ് മോശ വഴി അവർ മരുഭൂമിയിൽ കൂടെയുള്ള യാത്ര തുടർന്ന് സീനായി മലയിൽ ചെന്നപ്പോഴാണ് കൽപ്പനകൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ വ്യത്യാസം, 430 വർഷം എന്ന് പറയുന്നത്. ആദ്യം നൽകിയ ഈ വാഗ്ദാനത്തെ രണ്ടാമത് കൽപ്പനകൾ നൽകിയപ്പോൾ ഇല്ലാതായിപ്പോയോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടോ എന്നൊരു ചിന്തയാണ്.
യഹൂദന്മാർ പറയുന്നതിൻ്റെ ഒരു അഭിപ്രായം, കൽപ്പനകൾ നൽകിയപ്പോൾ ആ നിയമ അനുഷ്ഠിക്കുന്നതിൻ്റെ വ്യവസ്ഥകളൊക്കെ ഉള്ളതുകൊണ്ട് അത് വാഗ്ദാനങ്ങൾക്കും ബാധകമാണ് എന്നാണ് അവർ ചിന്തിച്ച് പറയാൻ തുടങ്ങിയത്. പക്ഷെ പൗലോസ് പറയുന്നു ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് പിന്നീട് വന്ന നിയമാനുഷ്ഠാനങ്ങൾക്ക് അതിൻ്റെ ബാധ്യത വാഗ്ദാനത്തെ ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ യഹൂദന്മാരുടെ ഈ തർക്കത്തെ പൗലോസ് തള്ളിക്കളയുക. ഇത് രണ്ടും രണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ടുള്ളതാണ്, അതിന് മാറ്റം വരത്തില്ല. മാറ്റമില്ലാത്തവൻ എന്നൊക്കെ നമ്മൾ പാട്ടിൽ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതിന് മാറ്റമില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യം, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരത്തില്ലെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അത് കാണിക്കുന്നത്. കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് അത് പറഞ്ഞിട്ടുണ്ട്. 119-ാം സങ്കീർത്തനം 89-ാമത്തെ വാചകം, കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്, അത് മാറുന്നില്ല. 1 പത്രോസ് 1:25 പത്രോസ് പറയുകയാണ്, കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു, ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട ആ സുവിശേഷം. അത് നിത്യം നിലനിൽക്കുന്ന വചനങ്ങളാണ്, മാറ്റം ഇല്ല എന്നർത്ഥം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അത് യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ്. എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. ദൈവവചനം എന്ന് പറയുന്നത് തന്നെ പ്രവാചകന്മാർ വഴി പരിശുദ്ധാത്മാവ് പറയുന്നതാണ്. ദൈവവചനം, വേദപുസ്തകം നമ്മൾ പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങളാണ്, മാറ്റം വരത്തില്ല. സങ്കീർത്തനം 41:9 ദാവീദ് വഴി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. ഒരു സംഭവം നമ്മൾ ഒന്ന് പ്രത്യേകം എടുത്ത് ചിന്തിക്കുക, വല്ല മാറ്റവും വരുമോ എന്ന് ദൈവം പറഞ്ഞതിൽ. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാല് ഉയർത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അത് യൂദാസ്കറിയാത്തെക്കുറിച്ച് പറഞ്ഞതാണെന്ന് നമുക്കെല്ലാം ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലാകും. പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിൽ ഇതിന് ധ്യാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാകുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 17 മുതൽ 21 വരെ യേശു ശിഷ്യന്മാരൊപ്പം വന്ന് ഈ പെസഹായുടെ ആ ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. അവൻ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്ന നിങ്ങളിലൊരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. 12 പേരിൽ എന്നോടൊപ്പം കൈ മുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ തന്നെക്കുറിച്ച് എഴുതപ്പെട്ടതുപോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. എഴുതപ്പെട്ടതുപോലെ പോകുന്നു. ആ വചനങ്ങൾക്ക് പിന്നെ മാറ്റമില്ല.
ഇത് കർത്താവ് പറയുകയാണ്. കർത്താവിന് അവനോടുള്ള സങ്കടം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾക്ക് മാറ്റം ഇല്ല. ഈ യൂദായെക്കുറിച്ച് പത്രോസ് പിന്നീട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അന്നൊരു ദിവസം 120ഓളം സഹോദരന്മാർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അത് പിന്നെ മാറത്തില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അരുളി ചെയ്ത വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇനി നമ്മൾ 18-ാം വാക്യത്തിലേക്ക് കടക്കുകയാണ്. 3:18. എന്തെന്നാൽ പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹാമിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? ആ ഒരു ചോദ്യം കൂടെ പൗലോസ് ചോദിക്കുകയാണ്. പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്ന് ഉള്ളതാണെങ്കിൽ അത് ഇരുപക്ഷമുള്ള ഒരു കാര്യമായി തീരും. രണ്ടു കൂട്ടരും അതിനെന്തെങ്കിലും ഒരു വ്യവസ്ഥ വച്ചിരിക്കും, അതനുസരിക്കണം. വാഗ്ദാനത്തിൻ്റെ ഉദ്ദേശം തന്നെ അത് നശിപ്പിച്ച് കളയും. വ്യവസ്ഥയ്ക്കനുസരിച്ചാണെങ്കിൽ ഈ വാഗ്ദാനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ, അതിൻ്റെ ആ ഉദ്ദേശം തന്നെ ഇല്ലാതായിപ്പോവും. പാരമ്പര്യാവകാശം എന്ന് പറയുന്നത് അബ്രാഹത്തിന് കൊടുത്ത പൊതുവായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ വാക്യത്തിൽ പാരമ്പര്യാവകാശം എന്ന് പറയുന്നത്. ഈ അവകാശം, അനന്തരാവകാശം ഭൗമികമാകാം, ആത്മീയമാകാം. രണ്ട് രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഈ പാരമ്പര്യാവകാശം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ആത്മീയമായ ചില അവകാശങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 119 111 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ കൽപ്പനകളാണ് എന്നേക്കും എൻ്റെ ഓഹരി, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. ആത്മീയമായ ഒരു അവകാശം അതാണ്. ഈ കൽപ്പനകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. കർത്താവിൻ്റെ വചനത്തിന് ആത്മീയമായ അവകാശം നൽകാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളിൽ 20-ാം അധ്യായം 32 പൗലോസ് എഫെസോസ്കാരോട് പറയുന്ന ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും പരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധന്മാരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. പൗലോസ് എഫെസോസ്കാരെ ഈ കൃപയുടെ ഈ വചനത്തിന് ഏൽപ്പിക്കുകയാണ്. ആ വചനത്തിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. സകല വിശുദ്ധന്മാരുടെയും ഇടയിൽ അവകാശം തരുന്നതിന് ഈ വചനത്തിന് കഴിയും. നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന അവകാശം വിശുദ്ധന്മാരുടെ ഇടയിലാണ്. അതിനുള്ള അനുഗ്രഹങ്ങളാണ് ഈ വചനം നമുക്ക് തരുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ ആ സമയത്ത് യേശു കർത്താവ് പൗലോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ ഞാൻ നിൻ്റെ ജനത്തിൽ നിന്നും വിജാതിയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു, അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കുവാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കേണ്ടതിനും തന്നെ. കൊളോസോസ് ലേഖനത്തിൽ 1:12 വാക്യം, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരുന്നതിനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവായ
ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവീൻ. എവിടാണ് നമുക്ക് അവകാശം? വിശുദ്ധരോടൊപ്പം പ്രകാശത്തിൽ നമുക്കും അവകാശം. കൊളോസോസ് ലേഖനം 3:24 പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. കർത്താവായ ക്രിസ്തുവിനെ തന്നെ ശുശ്രൂഷിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് പ്രതിഫലം ലഭിക്കും. അത് കർത്താവിൽ നിന്ന് കിട്ടുന്ന അവകാശമാണ്. മോശ തന്നെയും പ്രവർത്തിച്ചപ്പോൾ പറയുന്നുണ്ട്, അവന് പ്രതിഫലം ലഭിക്കും എന്നുള്ളൊരു പ്രത്യാശ മോശയ്ക്കുണ്ടായിരുന്നു. നമുക്കും പ്രതിഫലം ലഭിക്കും. 1 പത്രോസ് 1:4 പത്രോസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പത്രോസ് പറയുന്നത് നമുക്ക് ചില അവകാശങ്ങളുണ്ട്, അതിന് ചില വിശേഷണങ്ങൾ പത്രോസ് പറയുകയാണ്. അക്ഷയമാണ്, ക്ഷയിച്ചു പോകുന്നതല്ല. കളങ്കരഹിതമാണ്, യാതൊരു കളങ്കവുമില്ല. ഒളി മങ്ങാത്തതാണ്, അതിന് ശോഭ മങ്ങിപ്പോകുന്നതല്ല. ഈ അവകാശം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ആ അവകാശം ലഭിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ജനിപ്പിച്ചിരിക്കുക. വീണ്ടും ജനനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീണ്ടും ജനിക്കാതെ ആരും സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടക്കുന്നില്ല. റോമാലേഖനം 8:16-17 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സാക്ഷി പറയും, നാം ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും അല്ലെന്ന് ഓർത്തോണം, നാം ദൈവത്തിൻ്റെ മക്കളാണ്. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. അപ്പോൾ നമുക്ക് അവകാശമുണ്ട്. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നാം ദൈവമക്കളായി നമുക്ക് കൂട്ടവകാശമുണ്ട്. ദൈവത്തിൻ്റെ അവകാശം നമുക്കുണ്ട്. നാം ഒരിക്കൽ അവനോടുകൂടി പെടും. ഇപ്പോൾ പീഡ അനുഭവിക്കുന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ആ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് നാം ഇപ്പോൾ പീഡ അനുഭവിക്കുന്നത്. അത് നമ്മൾ പൗലോസ് പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മൾ ഓർക്കും നമ്മൾ ഈ പീഡയൊക്കെ അനുഭവിക്കുന്നല്ലോ എന്ന്. ഇത്രയും പീഡ അനുഭവിക്കണോ? അയ്യോ, എന്തൊരു പ്രയാസം ഒരു ക്രിസ്ത്യ ജീവിതം എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കണം, നാം പീഡ സഹിക്കുന്നത് ഒരിക്കൽ അവൻ മഹത്വപ്പെടുമ്പോൾ അവൻ്റെ മഹത്വത്തോടു കൂടി നമുക്കും ഒരു പങ്ക്, നമ്മൾ മഹത്വപ്പെടേണ്ടതിനാണ് അങ്ങനെ സംഭവിക്കുന്നത്. തീത്തോസിൻ്റെ എഴുതിയ ലേഖനം 3:6-7 വാക്യം, ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടിരിക്കുകയാണ്. അല്പസ്വല്പമല്ല, സമൃദ്ധമായി വർഷിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അവകാശം നമുക്ക് നിത്യജീവൻ കിട്ടും എന്നുള്ളതാണ്. ഹെബ്രായ ലേഖനം 1:14 ഇങ്ങനെ പറയുന്നു, രക്ഷയുടെ അവകാശികൾ ആകാനിരിക്കുന്നവർക്ക്, നമുക്കൊക്കെ രക്ഷയുടെ അവകാശമുണ്ട്, ആ ഇരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവർ എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർ. കാര്യം ദൈവദൂതന്മാരെ കൂടുതലങ്ങ് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനങ്ങളെക്കാട്ടിൽ കൂടുതൽ കൊടുക്കുമ്പോൾ അത് പാടില്ല. ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, സാഷ്ടാംഗം പ്രണമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് മാത്രം കൊടുക്കേണ്ടത് ദൂതന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. മാലാഖമാരാണെന്ന് വിചാരിച്ച് അവരെ അങ്ങ് സാഷ്ടാംഗ പ്രണാമം ഒന്നും ചെയ്യണ്ട. അവർ നമ്മുടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം എന്ന് ചുരുക്കം. നമ്മൾ
അതിബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, യേശുക്രിസ്തുവിന് കൊടുക്കേണ്ട ബഹുമാനം മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. അത് ദൈവത്തിനുള്ളത് ദൈവത്തിനും. അത് കർത്താവ് എടുത്ത് പറഞ്ഞതല്ലേ, ദൈവത്തിനുള്ളത് ദൈവത്തിനും. സീസറിനുള്ളത് സീസറിന് കൊടുക്ക്, പക്ഷെ ദൈവത്തിനുള്ളത് ദൈവത്തിന്. അസഹിഷ്ണുവായ ദൈവം നമ്മുടെ ദൈവം. 19-ാം വാക്യത്തിലേക്ക് കടക്കാം. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. 18-ാം വാക്യത്തിൽ പൗലോസ് ഒരു ചോദ്യം കൂടെ ചോദിച്ച അവിടെ നിർത്തിയത് 18-ൻ്റെ, എന്തിനാണ് പിന്നെ ഈ നിയമങ്ങൾ എന്ന്. ദൈവം അബ്രാഹാമിന് അനുഗ്രഹങ്ങളെ നൽകിയത് ഒരു വാഗ്ദാനം വഴിയാണ്, നിയമാനുഷ്ഠാനം വഴിയല്ല എന്ന് പൗലോസ് നമ്മളോട് വ്യക്തമാക്കി. എന്നിട്ട് പൗലോസ് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ നിയമം? പൗലോസ് തന്നെ അതിന് ഉത്തരം പിന്നീടുള്ള വാക്യം 24-ാം വാക്യത്തിൽ നൽകുന്നുണ്ട്. നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. നിയമത്തിൻ്റെ ആവശ്യം അതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നീതീകരിക്കപ്പെടേണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അതാണ് പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത് ആ കാലഘട്ടം വരെ നമ്മളെ ഒരു നയിക്കാൻ ഒരു പരിപാലകൻ, ഒരു ഗാർഡിയൻ ആവശ്യമാണ്. അത് ആവശ്യമായതുകൊണ്ടാണ് ആ പരിപാലകനായിട്ട് നിയമത്തെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു തരുന്ന ആ ആളെന്ന് വേണേൽ പറയാം. അതാണ് നിയമം. അതിനാണ് നിയമം തന്നത്. പരിപാലകൻ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരണ്ടേ? ക്രിസ്തു വരുന്നത് വരെ അത് ആവശ്യമായിരുന്നത് കൊണ്ട് നിയമം നൽകപ്പെട്ടിരിക്കുകയാണ്. 10 കൽപ്പനകളെക്കുറിച്ച് അത് നൽകപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിയമാവർത്തനം 4-ാം അധ്യായം 1 മുതൽ 2 വരെ, പിന്നെ 13-ൻ്റെയും 14-ൻ്റെയും വാക്യങ്ങൾ. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവീൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയരുത്. അപ്പോൾ 2 കാര്യങ്ങൾ ആ വാചകങ്ങളിൽ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾക്ക് അവകാശമായ ഒരു ദേശം തരും, അത് കൈവശമാക്കണം അല്ലോ. അപ്പോൾ ഈ കൽപ്പനകൾ അതുപോലെ പാലിക്കണം. ഒന്ന്. പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ തന്ന ഈ കൽപ്പനയുടെ കൂടെ ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. അങ്ങനെയുള്ള ആ പ്രവണത മനുഷ്യർക്കുണ്ട്. അല്പം കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് കുറച്ചു കൊടുക്കാം എന്ന് വെച്ചാൽ വേറെ രീതി വ്യാഖ്യാനിച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം നൽകപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കണം. 13ഉം 14ഉം വാക്യങ്ങൾ. തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു, നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണ് ഇവ. 2 കൽപ്പലകളിൽ അവിടുന്ന് അവ എഴുതി നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു, മോശയോട് കൽപ്പിച്ചു എന്ന്. അപ്പോൾ വീണ്ടും ഒരു കാര്യം ഓർക്കണം. എന്താണ് ഈ വാഗ്ദാനങ്ങളും നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം? വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് തരാം എന്ന് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയാണ്. വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഇച്ഛയാണ്. വിശ്വസിക്കുന്നവർക്ക് അത് ലഭിക്കും എന്നുള്ളതാണ് ഈ വാഗ്ദാനത്തിൻ്റെ അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ കൽപ്പനകളെക്കുറിച്ച് അങ്ങനെയല്ല. അത് അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം നൽകപ്പെട്ടിരിക്കുന്നു. അത് ലംഘിക്കുന്നവർക്ക് ശാപവും സംഭവിക്കുന്നു.
ശാപമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. ഇനിയും ഈ വാചകങ്ങളിൽ ഒരു സംശയം നമുക്ക് തോന്നാം. നമ്മൾ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്നത് മോശ വഴിയാണല്ലോ കൽപ്പനകൾ നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് സാധാരണയായിട്ട്. എന്നാൽ ഇവിടെ ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധ്യവർത്തി എന്ന് പറയുന്നത് മോശയാണ്, അതിന് സംശയമില്ല. പക്ഷെ ദൈവദൂതന്മാർ വഴിയാണ് ലഭിച്ചത് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. പൗലോസ് അങ്ങനെ എടുത്തു പറഞ്ഞു. കാരണം പഴയ നിയമത്തിൽ ഈ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ കൽപ്പനകൾ ഇങ്ങോട്ട് വാങ്ങിച്ച് ആരാ കൊണ്ടുവന്നത് എന്ന് വ്യക്തതയില്ല. യഹൂദന്മാർ പറയുന്നത്, അവർ വ്യാഖ്യാനിക്കുന്നത്, മാലാഖമാർ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൽപ്പനകൾ വാങ്ങിച്ച് മോശയുടെ കയ്യിലോട്ട് കൊടുത്തു. മോശയാണ് മധ്യവർത്തി. ആ മോശയാണ് നമ്മളെ മനുഷ്യരുടെ കയ്യിലോട്ട് അത് കൊണ്ടുവരുന്നത്. ആ രീതിയിലാണ് യഹൂദന്മാരതിനെ വ്യാഖ്യാനിക്കുന്നത്. പൗലോസ് ആ വ്യാഖ്യാനത്തിനെ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ നിങ്ങൾക്ക് കൽപ്പന ലഭിച്ചു എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച ദൂതന്മാരോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സംഘത്തിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി ജീവവചസ്സുകൾ സ്വീകരിച്ചവനും ഇവനത്രേ, മോശയത്രേ. മോശയാണ് ഈ കൽപ്പനകൾ സ്വീകരിച്ച് ആ ജീവവചസ്സുകൾ സ്വീകരിച്ചവൻ. അവന് തുടങ്ങുമ്പോൾ എൻ്റെ വിശേഷണം പറയുന്നത്, സീനായിൽ മലയിൽ വെച്ച് ദൂതന്മാരുമായി സംസാരിച്ചു, നമ്മുടെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിലെ സംഘത്തിൽ ഉണ്ടായിരുന്നവനുമാണ് മോശ. അപ്പോൾ ഈ ദൂതന്മാരുമായിട്ട് സംസാരിച്ചു എന്നുള്ള കാര്യം യഹൂദന്മാരുടെ വിശ്വാസമുണ്ട്. പൗലോസ് അത് അംഗീകരിച്ചു കൊടുത്ത് തന്നെ പറയുകയാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീനായിൽ മലയിൽ വെച്ച് ഒരു ദൂതൻ മോശയോട് സംസാരിച്ചു എന്ന് പറയുന്നത് ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 53 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾക്ക് ദൈവദൂതന്മാരിലൂടെ നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങളത് പാലിച്ചില്ല. മോശ വഴി നിയമം ലഭിച്ചു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവദൂതന്മാർ വഴി നിയമം ലഭിച്ചു, എങ്കിലും നിങ്ങളത് പാലിച്ചില്ല. അപ്പോൾ ഈ ഒരു സംശയം നമുക്ക് മാറ്റാം. മോശ വഴിയാണോ ദൂതന്മാർ വഴിയാണോ? ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് യഹൂദന്മാരുടെയും വിശ്വാസം അനുസരിച്ച് പൗലോസ് അത് എടുത്ത് പറയുന്നുമുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മാലാഖമാർ ഈ കൽപ്പനകൾ സ്വീകരിക്കുകയും മധ്യവർത്തിയായ മോശയെ അത് ഏൽപ്പിക്കുകയും മോശ വഴി ഇസ്രായേൽ ജനത്തിലേക്ക് ആ കൽപ്പനകൾ കൊണ്ടു കൊടുക്കുകയും ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പൗലോസ് ഇത് വ്യാഖ്യാനിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാകുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ എന്നാണ് ഹെബ്രായ ലേഖനം 2:2 പറഞ്ഞിരിക്കുന്നത്. അവിടെ ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോഴും അത് ഈ കൽപ്പനകളുടെ കാര്യങ്ങളാണ് പൗലോസ് അവിടെയും സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇത് എടുത്തു പറയാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കൽപ്പനകൾ ലഭിച്ചത് ദൈവമാണ് കൊടുക്കുന്നത്, അത് ദൂതന്മാർ വഴി ലഭിക്കുന്നു. പക്ഷെ വാഗ്ദാനങ്ങൾ ലഭിച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവം നേരിട്ട് അബ്രാഹാമിനോട് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആ നൽകപ്പെടലിൽ ഒരു അർത്ഥവ്യത്യാസമുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അപകർഷതാബോധം, ഒരു ധ്വനി മാലാഖമാർ തരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകും. കുറച്ചുകൂടെ വിലപ്പെട്ടത് ഏതാണ്? ഒരു ധ്വനി, അപകർഷതയുടെ ഒരു ധ്വനി വരും. വാഗ്ദാനം ദൈവം നേരിട്ട് നൽകി, കൽപ്പനകളോ മാലാഖമാർ വഴി നൽകി. ഒരു ധ്വനി അതിൽ പൗലോസ്
കൊണ്ടുവരുന്നുണ്ട് ഒരു അപകർഷതയുടെ ധ്വനി. മധ്യവർത്തി എന്ന് പറയുന്നത് മോശ തന്നെയാണ്. ജനങ്ങൾ മോശയെ മധ്യവർത്തിയായിട്ട് തന്നെ കരുതിയിരുന്നു, അതിന് സംശയമില്ല. പുറപ്പാട് 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ അത് ഞാൻ വായിക്കുകയാണ്. ജനം മോശയോട് പറഞ്ഞു, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ കേട്ടുകൊള്ളാം. ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ, അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അന്ന്. അഗ്നിയിലാണ് ദൈവം അവർക്ക് ഇറങ്ങി വരുന്നത് സംസാരിക്കാൻ. മോശ ദൈവത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖം തീ പോലെ, സൂര്യനെ പോലെ പ്രകാശിച്ചു. അതുപോലും കാണാൻ ഇസ്രായേൽ ജനത്തിന് പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് മോശ ഈ മൂടുപടം ധരിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നത്. ദൈവവും അഗ്നിയുടെ അഗ്നിയല്ലേ, 10,000 സൂര്യനേക്കാട്ടിൽ പ്രശോഭിക്കുന്നവൻ, അഗ്നിയായിരിക്കുന്നവൻ. ആ അഗ്നിയുടെ മുമ്പിൽ നിൽക്കാൻ മനുഷ്യൻ സാധ്യമല്ല. ഞങ്ങൾ ദൈവത്തോട് അങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് പുറപ്പാട് 20-19 ഇസ്രായേൽ ജനം പറയാൻ കാരണം അതാ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇത് കൃപയുടെ യുഗമാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്നത്. മുറിയിൽ കടന്ന് കഥകടച്ച് സ്വർഗത്തിലിരിക്കുന്ന പിതാവിനോട് സംസാരിച്ചോളാനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. വ്യത്യാസം നോക്കണം. കൃപായുഗത്തിൽ നമ്മൾ എത്ര സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാൻ. അതിനെങ്ങോട്ടും പോകണമെന്നില്ല. അടച്ച മുറിയിലേക്ക് കടന്ന് കഥകടച്ച് കണ്ണുകളും അടച്ച് സ്വർഗസ്ഥനായ പിതാവേ പിതാവേ എന്ന് വിളിച്ചോളാനാണ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ യേശു കർത്താവ് നമ്മളോട് പഠിപ്പിച്ചു, അവകാശം തന്നിരിക്കുന്നു. കൃപായുഗം, അതതിൻ്റെ പ്രത്യേകത അതാണ്. ഈ കാലഘട്ടങ്ങൾക്ക് ചില വ്യത്യാസങ്ങൾ അത് ദൈവം അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അന്നത്തെ ദൈവം തന്നെ ഇന്നത്തെ ദൈവം, പക്ഷെ ഇന്ന് നമുക്കങ്ങനെ സംസാരിക്കുവാൻ അവകാശം ലഭിച്ചിരിക്കുന്നു. നിയമാവർത്തനം 5-4-5 വാക്യങ്ങൾ. ഹോറേബിൽ വെച്ച മോശ ഇസ്രായേൽക്കാരോട് പറഞ്ഞത്, മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അഭിമുഖമായി സംസാരിച്ചു. ഞാനപ്പോൾ കർത്താവിൻ്റെയും നിങ്ങളുടെയും മധ്യേ അവിടുത്തെ വാക്കുകൾ നിങ്ങളെ അറിയിക്കാൻ നിൽക്കുകയായിരുന്നു. എന്തെന്നാൽ അഗ്നി നിമിത്തം നിങ്ങൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറിപ്പോയില്ല. ദൈവത്തിനും മനുഷ്യർക്കിടയിൽ, അതുകൊണ്ടാണ് മധ്യവർത്തി എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, നിൽക്കുവാൻ മോശ നിയോഗിക്കപ്പെട്ടവനായിരുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. മറുരൂപമലയിൽ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തുമായിട്ട് മോശയും ഏലിയായുമാണ് പ്രത്യക്ഷപ്പെട്ടത്. 2 ദീപങ്ങൾ ഇടത്തും വലത്തും ഉള്ളത്, 2 ഒലിവ് വൃക്ഷങ്ങൾ ദൈവത്തിൻ്റെ ഇടത്തും വലത്തും ഉള്ളത് മോശയെയും ഏലിയായെയും കുറിച്ച് വിശേഷിപ്പിച്ച പഴയ നിയമത്തിൽ പറഞ്ഞ വാക്കുകളാണ്. പുതിയ നിയമത്തിലും അത് വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഉന്നത സ്ഥാനമാണ് മോശയ്ക്കുള്ളത് എന്ന് നമുക്കറിയാം. 20-ാം വാക്യം, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ, എന്നാൽ ദൈവം ഏകനാണ്. ഇവിടെ കൽപ്പനകൾ തന്നപ്പോൾ മോശ അത് ഇങ്ങോട്ട് കൊടുക്കാൻ ഒരു മധ്യവർത്തിയായിരുന്നു. വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ ദൈവം നേരിട്ടാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ദൈവം നേരിട്ട് പറയേണ്ട ആവശ്യമേ ഉള്ളൂ, കാര്യം ഒരു മധ്യവർത്തി ആവശ്യമില്ല. ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോഴാണ് ഒരു മധ്യവർത്തി വേണമെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവം ഒരാൾ മാത്രമാണല്ലോ, ഏകൻ മാത്രമാണ്. അതുകൊണ്ടൊരു മധ്യവർത്തിയുടെ ആവശ്യം യഥാർത്ഥത്തിലില്ല.
ദൈവം ഏകനാണെന്ന് നമ്മൾ ഓർക്കണം. ആ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൈവം ഏകൻ, ഏക ദൈവം. പഴയ നിയമത്തിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, പുതിയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏക ദൈവം എന്ന് പറയുമ്പോൾ ആ ഒരു ദൈവത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റ് പലയിടത്തോട്ട് ശ്രദ്ധിച്ചാൽ ഈ ഏക ദൈവത്തിലുള്ള ആ കോൺസെൻട്രേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആ ശ്രദ്ധ, ആ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും. ആ ഏക ദൈവത്തിൽ വിശ്വസിക്കണം. അനേക ദൈവങ്ങളോ ദേവന്മാരോ ഒന്നും ഇല്ലെന്നൂടെ മനസ്സിലാക്കണം. മറ്റ് മതങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. 10,000-കണക്കിനോ എത്രയോ ദേവന്മാരും ദൈവന്മാരും ഓരോ ഒക്കെ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ ദേവന്മാരും ഒന്നുമില്ല, ഏക ദൈവമേ ഉള്ളൂ. നിയമാവർത്തനം 4:25 പറയുന്നു, കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. ഏക ദൈവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കോണം. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ദൈവത്തെ വിളിക്കുന്ന വാക്കാണ് കർത്താവ്. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്ക് ഉണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. ഇത് കൽപ്പന വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുക. അതിനൊരു വേറൊരു വ്യാഖ്യാനമൊന്നും നൽകേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായി കർത്താവ് ഈ കൽപ്പന നൽകിയിരിക്കുമ്പോൾ പോലും അതിനെതിരായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും പ്രതിമകളും എല്ലാം ഉണ്ടാക്കി അവയെ വന്ദിക്കുകയും അവയെ പ്രണമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് ധാരാളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അവർ പ്രത്യേകം ഒരു കാര്യം ചെയ്യണം. ഈ കൽപ്പന ഒരു പ്രാവശ്യം കൊടുന്ന് വായിച്ച് ധ്യാനിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. കർത്താവ് പറഞ്ഞതിനെതിരായിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. യേശയ്യാ പ്രവാചകൻ 43 അധ്യായം 10-11 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെൻ്റെ സാക്ഷികളാണ്. എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസനാണ് നിങ്ങൾ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല. മർക്കോസിൻ്റെ സുവിശേഷം 12:29 യേശു പറയുകയാണ്, ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നമ്മുടെ കർത്താവിനോട് സമനായി ആരുമില്ല. സങ്കീർത്തനം 89:6. കർത്താവിന് സമനായി സ്വർഗത്തിൽ ആരുണ്ട്? കർത്താവിനോട് സദൃശ്യനായി സ്വർഗവാസികളിൽ ആരുണ്ട്? യേശയ്യാ വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 40:6. യേശയ്യാ ചോദിക്കുന്നു, ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും? അവിടുത്തോട് സാദൃശ്യമുള്ള രൂപമേത്? ഇതൊക്കെ എഴുതപ്പെട്ട വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. 21-ാം വാക്യം, അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധം ആണോ? ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും നീതി അതിൽ നിന്ന് ലഭിക്കുമായിരുന്നു. നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ന്യൂനതയാണ് പൗലോസ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. അത് ജീവദായകം അല്ല എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ
പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ജീവൻ ലഭിക്കുന്നില്ല. നമുക്ക് നിത്യജീവൻ ലഭിക്കണം. അതാണ് വീണ്ടും ജനിക്കണമെന്നൊക്കെ കർത്താവ് പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ നിയമങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് നമുക്കൊരു ജീവൻ നൽകുന്നില്ല. അതാണ് ആ നിയമത്തിൻ്റെ ന്യൂനത എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ നമുക്ക് നിയമത്തെക്കുറിച്ച് പാപം എന്താണെന്നുള്ള ഒരു ബോധ്യം ഒക്കെ ഈ നിയമങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമാലേഖനം 3:20 പൗലോസ് എഴുതുകയാണ്, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നു എന്നേ ഉള്ളൂ. ഹെബ്രായ ലേഖനം 7:19 നിയമം ഒന്നിനെയും പൂർണ്ണതയിലെത്തിച്ചിട്ടില്ല, അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. നിയമങ്ങൾ നമ്മളെ നീതീകരിക്കത്തില്ല, പൂർണ്ണതയിലെത്തിക്കത്തില്ല. അതിൻ്റെക്കാട്ടിൽ ശ്രേഷ്ഠമാണ് നമുക്കൊരു പ്രത്യാശ ദൈവം നൽകിയിരിക്കുകയാണ്. അത് നമ്മളെ, ആ പ്രത്യാശ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ പിന്നെ ഈ ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അത് നമ്മൾ മുമ്പേ ഒരു വാചകത്തിൽ സൂചിപ്പിച്ചു. എങ്കിലും ഒരു വാചകം കൂടെ പൗലോസ് പറഞ്ഞത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1 തിമോത്തിയോസ് 1:9 എന്തിനാണ് നിയമങ്ങൾ നൽകിയിരിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാക്കി പൗലോസ് പറയുന്നുണ്ട്. നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് നിയമനിഷേധികൾ, അനുസരണമില്ലാത്തവർ, ദൈവഭക്തിയില്ലാത്തവർ, പാപികൾ, വിശുദ്ധിയില്ലാത്തവർ, ലൗകികർ, പിതാവിനെയോ മാതാവിനെയോ മറ്റു മനുഷ്യരെയോ വധിക്കുന്നവർ, അസാന്മാർഗികൾ, സ്വർഗഭോഗികൾ, ആളുകളെ അപഹരിച്ചു കൊണ്ടുപോകുന്നവർ, നുണയർ, അസത്യവാദികൾ എന്നിവർക്ക് വേണ്ടിയും സത്യപ്രബോധനത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയാണ്. ആർക്കെല്ലാം വേണ്ടിയാണ്? ഒരു ലിസ്റ്റ് തന്നെ പൗലോസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിയമം നൽകപ്പെട്ടത്. ഒരു വാക്യം കൂടെ അതിന് ചേർത്ത് പൗലോസ് പറയുന്നു, സത്യപ്രബോധനത്തിന് വിരുദ്ധമായ എല്ലാറ്റിനും വേണ്ടിയാണ്. സത്യപ്രബോധനം എന്താണെന്ന് ബൈബിളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വാക്യം 22 നമുക്ക് നോക്കാം. വാക്യം 22, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. ഒരു കാര്യം അവിടെ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും പാപത്തിന് അധീനരാണ്. 1 യോഹന്നാൻ 1:8 നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യം ഇല്ലെന്ന് വരും. ഒരാൾ പറയും എനിക്ക് പാപമില്ല, അങ്ങനെ ആർക്കും പറയാനൊക്കത്തില്ല. എങ്കിൽ അങ്ങനെ പറയുന്നെങ്കിൽ അവൻ സത്യമില്ല. അതിൽ പാപമെന്ന് പറയുന്ന ഒരു സാർവത്രികമായ കാര്യമാണ്. ഉൽപ്പത്തി 6:5 തന്നെ പറയുന്നു, ദൈവം നോക്കുകയാണ് മനുഷ്യനെ, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവവും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. 1 രാജാക്കന്മാർ 8:46-49 സോളമൻ്റെ ഒരു പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും പാപികളാണെന്നൊരു സൂചന അവിടെ ഉണ്ട്. അത് പ്രാർത്ഥന ഞാൻ വായിക്കാം. അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ, അവിടുന്ന് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ സംഭവിച്ചാലും അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് അവരെ രക്ഷിക്കണമേ. സോളമൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് എന്ന്
സോളമൻ അവിടെ പറയുകയാണ്, സങ്കീർത്തനം 14:3 എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചു പോയി, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിലുള്ള വിശ്വാസം വഴിയാണ് വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കുന്നത് എന്ന് ആ വാക്യം 22 പറയുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് രക്ഷ നൽകുന്നു. യോഹന്നാൻ 5:24 സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ജീവൻ എന്നിവിടെ പറയുന്നത് നിത്യജീവനെക്കുറിച്ചാണ്. അവന് നിത്യജീവൻ ലഭിക്കുന്നു, കടന്നിരിക്കുന്നു. റോമർ 10:9 യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവമനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. യേശുവിനെ കർത്താവായിട്ട് വിശ്വസിച്ച്, അത് ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് ഈ സുവിശേഷം സാർവത്രികമാണ്, എല്ലായിടത്തും എല്ലാ സർവ്വദേശങ്ങളിലും പറയണമെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം അതാ. സുവിശേഷം സാർവദേശികമായി എല്ലാവരോടും പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16:15 യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് പറയുകയാണ്, അവനവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പോസ്തലപ്രവൃത്തികൾ 10:35 പത്രോസിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം ഞാൻ വായിക്കാം. അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായിട്ട് അറിയുന്നു. റോമാലേഖനം 10:12 പൗലോസ് പറയുകയാണ്, യഹൂദരും ഗ്രീക്കുകാരും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും മേൽ യേശു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ സമ്പത്ത് വർഷിക്കുന്നു. രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷം സാർവദേശീയമാണെന്ന് പറയുന്നത്. അത് പറയാൻ നമ്മളോട് കടമയുണ്ട്. നിങ്ങൾ പോയി പറയുവീനെന്ന് പറയുന്നത് 12 പേരോട് മാത്രമല്ല, നമ്മളോടുമുള്ള ആ കൽപ്പനയാണ്. അത് നമ്മൾ നിർവഹിക്കണം, അത് പറയണം. കർത്താവിനെ, യേശുവിനെ കർത്താവ് രക്ഷകനുമായി വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയേണ്ടത് ആവശ്യമാകുന്നു. സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ചത് ഗലാത്യ 3:17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഏകദൈവമേ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് വാഗ്ദാനങ്ങളും നിയമങ്ങളും തമ്മിലുള്ള വ്യത്യാസം, വാക്കുകളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലായി. നിയമങ്ങൾ വന്നതുകൊണ്ട് അതിന് അനുഗ്രഹങ്ങളും ശാപങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ നിയമാനുഷ്ഠാനത്തിൻ്റെ ബാധ്യത വാഗ്ദാനങ്ങളെ ബാധിക്കത്തില്ല എന്നാണ് പൗലോസ് ഇന്നുകൊണ്ട് സ്ഥാപിച്ചത്. വാഗ്ദാനങ്ങൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് തന്നതാണ്. അതിലൊന്നും മാറ്റം ഒന്നും വന്നിട്ടില്ല. നിയമങ്ങൾ ആവശ്യമാണ്. അത് നമ്മുടെ പരിപാലകനായിരുന്നു. ആ സന്തതി യേശുക്രിസ്തു വരുന്നത് വരെ അത് നമ്മളെ പരിപാലിച്ചു. നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകുന്നു. അങ്ങനെ ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ബാധ്യസ്ഥതയുണ്ട്. അപ്പോൾ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും നിയമങ്ങളെ ലംഘിക്കുന്നവർക്ക് ശാപവുമുണ്ട്. വാഗ്ദാനങ്ങൾ ദൈവം നേരെ തന്നതാണ്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കി ജീവദായകമായ ആ രക്ഷയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം. നിയമങ്ങൾ ജീവദായകമല്ല എന്നുകൂടെ പൗലോസ് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളത് ഓർക്കണം. അടുത്തത് 103-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് 23-ാം വാക്യം 3:23 വാക്യങ്ങൾ തുടർന്ന് ചിന്തിച്ച് ധ്യാനിച്ച് കർത്താവിൻ്റെ നോടുള്ള അറിവിൽ വർദ്ധിക്കാം. ആത്മാവ് നമ്മളെ നടത്തട്ടെ. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ക്രിസ്തുവുമായി ചേർന്ന് ജീവിച്ച് നിത്യജീവനിൽ അവകാശമാക്കാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ.